ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. 2 വർഷമായിട്ട് നിലവിലുള്ള യൂട്യൂബ് ചാനലാണിത്. എന്നാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നുമില്ല. പക്ഷെ ഇനി മുതൽ ഇതിനകത്ത് തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. സോ വി ആർ എ ലിറ്റിൽ കപ്പിൾ ഓൾ ദ വേ ഫ്രം ഇടുക്കി ടു ഓസ്ട്രേലിയ. അപ്പം ഇനി ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ചെറുതായിട്ട് കൃഷിയൊക്കെ തുടങ്ങാൻ പോവാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ആൻഡ് വരുന്ന എപ്പിസോഡുകളിലും അത് മാത്രമായിരിക്കത്തില്ല, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടി എല്ലാം വരും. വെറുപ്പിക്കലേ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പിന്നെ എന്താ, വേറെ ഒന്നുമില്ല. സോ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് അവർസെൽവ്സ്. ഇത് അജയ്, ക്രിസ്റ്റി. അജയ്ക്ക് മിണ്ടാനൊക്കെ അറിയാൻ പറ്റും, പക്ഷെ അജയ് ഇതിനകത്ത് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓടിപ്പോകും ഗൈസ്. നീ അറിഞ്ഞാ ഞാൻ പെട്ടു. കൊച്ചെന്നാ ചെയ്യുവാ? ഞാനിതെല്ലാം വെള്ളം ഒഴിച്ചു. ഇത് ഭയങ്കര ബ്രൗക്കിയായി. അതുകൊണ്ട് നമ്മള് പ്ലാൻ ചെയ്യാൻ പോയത് ടുമോറോ. എന്നതാ നമ്മൾ പ്ലാൻ ചെയ്യുന്നേ? ഫുഡോ? ഫുഡ് എന്ന് പറഞ്ഞ ടൊമാറ്റോ ഫ്ലവർ. ബീൻസ് ഉണ്ടോ? ബീൻസ് ഒന്നുമില്ല. ഇല്ല, ടൊമാറ്റോയും ഫ്ലവേഴ്സും. Two purple things in a frog. Is that a frog? Who's a frog? What is that? A frog. Hey, get back here, froggy. ഫ്രോഗിനെ പേടിപ്പിച്ച് ഓടിച്ചോ. ഞാൻ ഓടിച്ചില്ല. ഇതൊരു മഡ് ഫ്രോഗ്. മഡ് ഫ്രോഗ്സ് ഭയങ്കര ഫുഡ് ഹൈറ്റ്. Eggplants again, and tomatoes and eggplants again, lady fingers. നമുക്ക് നടാൻ പോവാം ഗൈസ്. ആൻഡ് നമുക്ക് വെജിറ്റബിൾസ് സീഡ്സ് ഉണ്ട്. സീഡ് എവിടെയും നമ്മൾ നടാൻ പോവാം. ഓക്കെ, പൊട്ടിക്ക, ഓപ്പൺ ചെയ്യാം, നമുക്ക് നോക്കാം ഓരോ സീഡ്സും എങ്ങനെ ഇരിക്കുന്നേന്ന്. സൂക്ഷിച്ചിട, കൊച്ചിന്റെ കയ്യിലിട. ആദ്യം കാണാൻ പറ്റുന്നുണ്ടോ? നിലത്ത് പോയാൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചിന്റെ കുഞ്ഞു കൈ തുറന്ന് കാണിക്കാം. പിന്നെ അതിൽ വന്നുകൊണ്ടോ ഇതെങ്ങനെ പൊട്ടിക്കുന്നോ? നമുക്ക് നമ്മൾ ഷഫിളായി ചൂസ് ചെയ്യുന്നത് ഈ ഷഫിളാണോ ഈ ഷഫിളാണോ? ബ്ലൂ ചൂസ് ചെയ്താലോ? ഓക്കേ. ഒരു കുഞ്ഞു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഓരോരോ സീഡ് നടണം അല്ലേ? കൊച്ചേറിന്റെ അടുത്ത് കാണിക്കാവോ? ഭയങ്കര കുഞ്ഞതോ കുഞ്ഞ. അതാ എഗ് പ്ലാന്റിന്റെ ഒന്നിച്ചല്ല ആണ്ടേ. ഇച്ചിരി വൃത്തിയിട, അല്ലെങ്കിൽ എല്ലായിടത്തും മതി. ഇങ്ങനെ നട്ടാ അത് ഉണ്ടാവോ? ഇങ്ങനെ നട്ടാ ഉണ്ടാവോ? ആക്ച്വലി അത് നമ്മൾ വേണമെങ്കിൽ വിത്ത് പാകി, അതല്ല, വിത്ത് ഒരു പ്ലാസ്റ്റിക് വീടിനകത്ത് പാകിയിട്ട് കൊണ്ടുവന്നിട്ടാല് അറിയത്തില്ല. നോക്കാം ഗൈസ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ഇത് ഉണ്ടാവുമോ? അത് ശരിയാണല്ലോ. അതിന്റെ മേ ബി ലുക്സ് ഡിഫറെന്റ് ആണോ നോക്കാം. ഓർ സെയിം. ഡൗൺലോഡോ കാണിക്കണേ. കിട്ടിയോ? ഇവിടെ വീഴും, അങ്ങോട്ട് ചെന്നിട്ട് പൊട്ടിക്കേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. They look same. സ്പ്രെഡ് ചെയ്തിട്, എന്നാലേ അവർക്കെല്ലാം സ്പേസ് വേണം ഉണ്ടാവാൻ. അതെല്ലാം സെയിമാ. ഓക്കെ. മണമണാന്താ ഇതില്
ഇനി തക്കാളി ഇച്ചിരി ഒരു ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റിയിടാം അല്ലെങ്കിൽ And guys, നമുക്ക് today കാണാം ടൊമാറ്റോസിന്റെ സീഡിങ് ആണ് ഇരിക്കുന്നതെന്ന്. ഓഫ് കോഴ്സ് ഇടില്ലട്ടോ. അപ്പൊ സ്ഥലം അപ്പൊ പറയാൻ നേരത്തെ ഇടാ. ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കണായിരിക്കും അല്ലേ? വെള്ളം കുത്തി I wonder if it's not same. It's only for 500 years old. ഇനി ഇച്ചിരി അങ്ങോട്ട് ആ സൈഡിലേക്ക് ടൊമാറ്റോയും ഇവരെല്ലാവരും കൂടെ ഒരേ സ്ഥലത്തിട്ടാലേ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് കിട്ടത്തില്ല. നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിടാം ഇനി. Guys, നമുക്ക് കാണുന്നത് എങ്ങനെയാണ്. അതൊക്കെ ഓപ്പൺ ചെയ്യണേ, തെറിച്ച് താഴെ പോവേ. ഷോമി ഇച്ചിരി മാത്രമുണ്ട്. ഓ കാണാൻ പറ്റുന്നില്ല. അത് ഇച്ചിരി ഡിഫറെന്റാ. അത് കുഞ്ഞു സീഡ്സ് അല്ലേ? അവര് റെയിൻ പോലെ ഇരിക്കുന്നുണ്ട്. Guys, നമുക്ക് കാണാം ലാസ്റ്റ് വൺ നടാനുള്ള അതിന് ഇച്ചിരി അങ്ങോട്ട് മൂവ് ചെയ്യാം. ഗൈസ് ഇതിലൊരു നോക്ക് ഇതില് ഒരു ലെറ്റേഴ്സ് നോക്കൂ ഒരു ഓറഞ്ചിനോ. എടാ ഇതിന്റെ പുറത്ത് എഴുതിയേക്കുന്നൊക്കെ നിങ്ങൾ വായിച്ചായിരുന്നോ? നമ്മള് കർഷകർക്ക് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് this time അത് which kind of seeds ആവും കാണട്ടെ. വലിയ സീഡ്സ് ആയിരിക്കും. Big seeds, gigantic seeds. Tomatoes are big. Tomatoes ആണോ? ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ അല്ലായിരുന്നോ? Look guys. നമ്മണ്ടേക്കേ. ഇവിടെ ഇരുന്നുണ്ട്. ഇത് എടുക്കാൻ പറ്റുന്നില്ല വണ്ണല്ലേ ഞാൻ കാണിച്ചു. Okay, thank you. ലോകരെ. എന്തിരടി നീ? നോക്ക് ഗൈസ്. നോക്ക് ഭയങ്കര കുഞ്ഞു ബിഗ. എന്റെ ഷഫർ എവിടെ പോയി? ഓ ഇവിടെയാണോ? ഓക്കെ, നമ്മുടെ ടുഡേയ്സ് പ്ലാന്റിങ് കഴിഞ്ഞോ? നമുക്കിനി ഇവിടെ ക്ലീൻ ടൈഡി അപ്പ് ചെയ്യാം. അല്ല ഗൈസ്, പ്ലാന്റ്സ് ഗ്രോ ആവാൻ അവർക്ക് വെള്ളം വേണം. വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചോ? സോ ഗായ്സ്, ഈ വീക്കെൻഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ വിത്തൊക്കെ പാകി. ഇനി എവരുടെ വെള്ളമൊക്കെ ഒഴിക്കണം. വീണ്ടും കാണുന്നത് വരെ ബൈ. 1 week later. നമ്മള് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയതാണ്. കഴിഞ്ഞ ആഴ്ച നട്ട സീഡ്സ് ഒക്കെ മുളച്ചോ നോക്കണ്ടേ? ഒന്നും മുളച്ചില്ലേടാ സുക്കുട്ടോ? അത് പറയുന്നത് നമ്മൾ ലോങ് ടൈം എടുക്കും മുളച്ചാൽ. സോ ഗായ്സ്, ഞങ്ങൾ എവരിഡേ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് വീക്കാട്ടോ. കഴിഞ്ഞ സാറ്റർഡേ വിത്ത് പാകി, ഇത് നെക്സ്റ്റ് സാറ്റർഡേ. ഞങ്ങളുടെ മെയിൻ കൃഷികളൊക്കെ വീക്കെൻഡിലാണ് കേട്ടോ. വീക്കെൻഡ് ആകുമ്പോൾ ഞങ്ങൾ 3 പേര് വീട്ടിലുണ്ടാവും. ലാസ്റ്റ് വീക്ക് നട്ട സീഡ്സ് ഒക്കെ ഗ്രോ ആയോ എന്ന് ചെക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എസക്കുട്ട വന്നേക്കുന്നത്. ഇത് ഗ്രോ ആയിട്ടുണ്ട്. ഇത് എന്നാ ഗ്രോ ആയത്? അതൊരു കാബേജാ. ക്യാബേജ് ആരാടാ നട്ടെ? മേബി വെള്ളം ഒഴിക്കില്ല കേട്ടോ, അത് നശിച്ചു പോകും. ഇനി അതിനകത്ത് ഒഴിക്കണ്ട. അത് വീണ അത് ചത്തുപോകും. Several days later. ചെടി വലുതായോടാ? അങ്ങനെ അതിന്റെ മുകളിലോട്ട് ഒഴിക്കല്ല, ഇങ്ങനെ സൈഡിൽ ഒഴിച്ചു കൊടുക്ക. 1 week later. എസക്കുട്ട എന്നെടുക്കോടാ? Several days later. കറക്റ്റ്, കൊച്ചു പഠിച്ചല്ലോ. ഇത് ഭയങ്കര ഓസമാ. 1 week later. എങ്ങനെയാ വെള്ളം ഒഴിക്കാമോ പഠിപ്പിച്ചേ? എന്നെ മേത്തൊഴിക്കില്ല കേട്ടോ വെള്ളം. അങ്ങനെ
ഇനി അങ്ങ് ലാസ്റ്റ് നിൽക്കുന്ന ചെടിക്ക് ഒഴിക്കാവോ? One week later. നമ്മുടെ ചെടിയെല്ലാം ബിഗറായോ? ഐ മീൻ നമ്മുടെ വെജിറ്റബിൾസ്, പ്ലാന്റ്സ്. ആഹാ, ഇനി നമുക്ക് ഇതിനെല്ലാം പറിച്ച് മാറ്റുമായിരുന്നു അല്ലേ? ഇച്ചിരി വെള്ളം ഒഴിക്കാമോ അതിന്? ഇങ്ങനെ ഇച്ചിരി വെള്ളം. അവരെ നമുക്ക് കൂടിനകത്തോട്ട് മാറ്റി തരണം. സോ ഗായ്സ്, ഈ വീഡിയോയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ലെങ്ത് ആയി പോയത് കാരണം പറിച്ച് മാറ്റി നടൽ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.